ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചിക്കൻ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കിയാലോ. അതിനായി ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിലേക്ക് ഞാൻ ചില്ലി ഫ്ലെക്സ്, മഞ്ഞൾ പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ്, കോൺഫ്ലവർ പൊടി, ഇത് ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നന്നായി ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. റെസ്റ്റ് ചെയ്യുമ്പം ചിക്കൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ 2-3 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു പാൻ എടുത്ത് ഞാൻ ആ പാനിലേക്ക് ഞാനൊരു 50 ഗ്രാം ബട്ടറാണ് ഇട്ടിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആകട്ടെ. മെൽറ്റായി വരുമ്പോൾ നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ബട്ടറിലാണ് ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. തിരിച്ചും മറിച്ച് നമ്മുടെ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ മറ്റൊരു പാൻ വെച്ച് പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ ഈ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഇന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊക്കെ ഇനി കോരിയെടുത്ത് ഒരു അരിപ്പ പാത്രത്തിൽ ഇടാം. ഇതേപോലെ നമുക്ക് 2 വട്ടം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ എടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും ഫ്രഞ്ച് ഫ്രൈസ് എടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടിയുള്ള നമ്മുടെ വൈറ്റ് സോസ് തയ്യാറാക്കാം. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് ഞാനിവിടെ 50 ഗ്രാം ബട്ടർ എടുത്തിരിക്കുന്നത്. അതൊന്ന് മെൽറ്റായി വരുമ്പം 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിരിക്കുന്നത്. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ കട്ട കെട്ടും. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതായതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു 1/2 ഗ്ലാസ് ഇല്ലെങ്കിൽ 1 ഗ്ലാസ് പാലൊഴിക്കണം. നമ്മൾ എടുക്കുന്നതിന് ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും ചേർക്കാൻ. ഞാനിവിടെ 1 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. ആ പാൽ ഇതിലേക്ക് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കുറുകി വരുമ്പം ഇതിലേക്ക് ഞാൻ 2-3 സ്ലൈസ് ചീസായിട്ടിരിക്കുന്നത് അതും ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു ട്രേയിലേക്ക് സെറ്റ് ചെയ്യാം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചാൽ ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്ത് ഞാൻ ഒന്ന് വിടർത്തിയിട്ട് കൊടുക്കണം. അടുപ്പിച്ചിടരുത്. ഇങ്ങനെ അങ്ങും ഇങ്ങുമായിട്ട് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച വൈറ്റ് സോസും ഇതിൻ്റെ മേലിട്ടതിന് ശേഷം ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് 2-3 ടേബിൾ സ്പൂൺ മയോണൈസും 2-3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് 4ാമത്തെ ലെയറായിട്ട് നമ്മുടെ ഈ വൈറ്റ് സോസിൻ്റെ പുറത്തേക്ക് നമുക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ സോസ് ഇതേപോലെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് ഒരു 10 മിനിറ്റ് ഇതൊന്ന് മെൽറ്റാക്കാൻ വെക്കാം. നമ്മുടെ ചീസ് ഒന്ന് മെൽറ്റാകുന്നതിൻ്റെ സമയം മതി. ബാക്കി ഓൾറെഡി നമ്മുടെ ഇത് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ലോഡഡ് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ചീസി ടെക്സ്ചറാണ് ഇതിന്. നല്ല ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അയയ്ക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.